Good morning, friends. It's me, Simon, YouTube channel. Simon Varghese Facebook, Simon Varghese Instagram. Welcome to you. Have a fantastic, positive day. Okay. എന്താണ് വളരെ സന്തോഷമുള്ള ദിവസമാണ്. ഇന്നലെ എൻ്റെ പള്ളിയിൽ പെരുന്നാൾ ആരംഭിച്ചു. അപ്പോൾ അതിൽ എൻ്റെ ഭാര്യ പ്രസിഡൻ്റാണ്. പക്ഷേ പുള്ളിക്കാരിക്ക് വരാൻ കഴിയാത്തതുകൊണ്ട് ഞാൻ പ്രസിഡൻ്റായി. വലിയ കിരീടമൊക്കെ വെച്ച് ഗമേൽ 10-60 പ്രസിഡന്റിമാരുടെ ഇടയിൽ ഇങ്ങനെ നിൽക്കാനൊരു ഭാഗ്യം എനിക്ക് ലഭിച്ചു. അതോടൊപ്പം ഒരു അടിപൊളി കുർബാനയാണ്. ഞങ്ങളുടെ ഇടവക്കാരൻ തന്നെയാണ് ഡൊമിനിക് സാബിയോ, റവറൻ ഫാദർ ഡൊമിനിക് സാബിയോയാണ് കുർബാന ലീഡ് ചെയ്തത്. അതുപോലെ വളരെ പ്രശസ്തരായ മറ്റു വൈദികരും ആ കുർബാനയിൽ പങ്കെടുത്തു. എന്തായാലും ഒരു സൂപ്പർ അനുഭവമായിരുന്നു. ഒരു വചനപ്രഘോഷണം നടത്തിയത് നമ്മുടെ ഗുഡ് ഷെപ്പേർഡ് ചർച്ചിലെ വികാറാണ്, വിൽസൺ, ഫാദർ വിൽസൺ ഐ തിങ്ക്. എനിഹൗ ഇറ്റ് ഈസ് സോ ഫാൻറ്റാസ്റ്റിക്. ഭയങ്കര, ഞാൻ ആദ്യമൊക്കെ കേട്ട് ലയിച്ചിരുന്നു. പിന്നെ ഞാൻ കുറച്ച് റെക്കോർഡ് ചെയ്തിട്ടുണ്ട് ആ പ്രസംഗമേ. അത്ര നല്ല, അത് കേട്ടിട്ട് വേണം ഞാൻ ഓടിച്ച് കേട്ടതേ ഉള്ളൂ. എന്നിട്ട് കേട്ടിട്ട് വേണം ചില പോയിൻറ്റ്സ് വെച്ച് ചില വീഡിയോസൊക്കെ ചെയ്യാൻ. ഇതൊക്കെ പറയുമ്പോഴേ ഇന്നിപ്പോൾ 2ാമത്തെ ദിവസമാണ്. ഇന്നും നാളെ 3 ദിവസമാണ് തിരുനാൾ. വിശുദ്ധ മത്തസ്യായുടെയും പ്രത്യേക മധ്യസ്ഥനായ വിശുദ്ധ സെബസ്ത്യാനോസിൻ്റെയും മധ്യസ്ഥയിലുള്ള തിരുനാളാണ് നടത്തപ്പെടുക. ധാരാളം നമ്മുടെ ഇടവകയിൽ ഉണ്ടാകുന്ന നേട്ടം, ഇടവക മാത്രമല്ല, അവിടെ ഞങ്ങൾക്ക് ഔസപിതാവിൻ്റെ ഒരു നൊവേനയുണ്ട് ബുധനാഴ്ച. അപ്പോൾ പല സ്ഥലങ്ങളിൽ നിന്ന് ആളുകൾ വരുന്നത്, അനുഗ്രഹങ്ങൾ പ്രാപിച്ചു പോകുന്നത്. എന്തുമാത്രം സ്വർണ്ണം, നൂല്, അങ്ങനെയൊക്കെ ഗിഫ്റ്റൊക്കെ ആയിട്ടാണ് വരുന്നത്. അപ്പം ഞാൻ കഴിഞ്ഞ ദിവസം ഞായറാഴ്ച ഇങ്ങനെ പള്ളിയിലേക്ക് വരിക. കൈക്കാരനായതുകൊണ്ട് കുർബാന കഴിഞ്ഞ് ശാലം സമയം അവിടെ വിനിയോഗിക്കേണ്ടി വരാം. അങ്ങനെ വരുമ്പം ചങ്ങനാശ്ശേരി ഡയസിസിലെ അവിടെയാണെന്നാണ് പറഞ്ഞ് 2 പേര് കുടുംബം വന്നു. അവർക്ക് ഒരു കുർബാനപ്പണം അടച്ചിട്ട് പോകാനാണ്. അപ്പോൾ അത് വാങ്ങിക്കുന്ന ആൾക്കാരൊന്നും അവിടെ ഇല്ല. അവസാനം ഞാനും ഒരു സംസാരിച്ചു. ഞാനത് വാങ്ങിച്ചു. ഗുഡ് മോർണിംഗ് വാങ്ങിച്ചപ്പം അവർ പറഞ്ഞൊരു കാര്യം, അവരുടെ ഒരു ബന്ധുവാണ്, ബന്ധുവെന്നാണ് പറഞ്ഞത്, മകളാണെന്ന് പറഞ്ഞില്ല, ബന്ധു. ആ കുട്ടി ഹൈലി ക്വാളിഫൈഡ് ആണ്, ബാങ്ക് എംപ്ലോയി ആണ്. പക്ഷേ 28 വയസ്സായിട്ടും വിവാഹം നടക്കുന്നില്ല. അപ്പം ഇങ്ങനെ ആരോ പറഞ്ഞു കേട്ടു, പാക്കിൽ ഔസപിതാവിൻ്റെ അടുത്ത് ഒന്ന് പറഞ്ഞാൽ നടക്കാത്ത കാര്യമൊന്നുമില്ല, അതുകൊണ്ട് എന്നോട് ഫ്രാങ്കായിട്ട് പറയാം. ഞാൻ പറഞ്ഞു, ബ്രദറെ അത് കുഴപ്പമില്ല, അങ്ങനെ ഇവിടെ എല്ലാവരും പറയുന്നുണ്ട്. എന്നോട് ചോദിച്ചാൽ ഞാനും പറയാം, സത്യം തന്നെ. ഞങ്ങളുടെയൊക്കെ അനുഭവം അതാണ്. ഞങ്ങളാക്കിയത് ഞങ്ങളുടെ ഈ പള്ളിയും ഔസപിതാവും നമ്മുടെ തെരേസ മദറുമൊക്കെയാണ് എന്ന് പറഞ്ഞു. അപ്പം എന്ത് ചെയ്യും? ഞാൻ പറഞ്ഞു, ഞങ്ങളൊരു 9 പറയണ്ട, പറഞ്ഞാലും ഒരു 3 ബുധനാഴ്ച വന്ന് പ്രാർത്ഥിക്കുമ്പോൾ കാര്യം നടക്കുകയാണ് ഇവിടുത്തെ പതിവ്. നിങ്ങൾ ശ്രമിച്ച് നോക്കാൻ. തിരക്കാണിക്കോട്ടെ, ബാങ്ക് ജോലി ആയിക്കോട്ടെ, പക്ഷേ ഒരു 4:30 ആകുമ്പോൾ വന്ന് കുർബാനയിലും ഒരു ആരാധനയൊക്കെ ഉണ്ട്, കുർബാനയിലും പങ്കെടുത്ത് നിങ്ങൾ അവിടെ നേർച്ച വിതരണമൊക്കെ ഉണ്ട്, ഒക്കെ എടുത്ത് പോയാൽ 3 ബുധനാഴ്ച കഴിയുമ്പോൾ റിസൾട്ട് സാറിനെ കണ്ടുവരാറുണ്ട് എന്ന് പറഞ്ഞു. വലിയ സന്തോഷമായിട്ട് അവർ പോയി. അവർക്ക് തിരക്കാണെങ്കിൽ പാലായിക്കാൻ വെച്ചാൽ പോകണം, ചാടിത്തുള്ളിപ്പോയി. ഞാൻ പറഞ്ഞത്, അങ്ങനെ പോലും പ്രശസ്തമായ ഒരു ദേവാലയത്തിലാണ് ഞാൻ എന്നും എനിക്ക് സന്തോഷമുണ്ട്, അഭിമാനമുണ്ട്. ഞാൻ ഒരു കാത്തലിക്കാണെന്നുള്ള പറയുന്നത് എനിക്ക് വളരെ അഭിമാനമുണ്ട്. എൻ്റെ ഭാര്യ ഒരു കനാനായ ജാക്കോബൈറ്റുകാരിയാണ്. അവരിങ്ങനെ പുറത്തോട്ടത് കെട്ടിക്കുന്നതല്ല, പക്ഷേ എൻ്റെ ഭാഗ്യം കൊണ്ടോ നിർഭാഗ്യം കൊണ്ടോ അങ്ങനെ എനിക്ക് കിട്ടി. എനിക്ക് ഞാൻ ഹാപ്പിയായിട്ട് പോകുന്നു. ഞാൻ പറയാൻ വന്നത് ഇതൊന്നുമല്ല, ഇങ്ങനെ തിരുനാളാണ്, നിങ്ങൾക്ക് സമയമൊക്കെ ഉണ്ടെങ്കിൽ പങ്കെടുക്കാം, അനുഗ്രഹങ്ങൾ പ്രാപിക്കാനുള്ള അവസരം. ഞാനൊരു കാര്യം പറയാം, ഒരു കടുവായിക്ക് അപ്പോൾ ചിലർ സൈമൺ ഇങ്ങനെ ബൈബിളിനെ പറ്റിയൊക്കെ പറയുമല്ലോ, അതെന്താ? ഞാൻ പറഞ്ഞ സ്നേഹിത, ഒരു കടുവായിക്ക് കടുവായുടെ കഥയിലേ പറയാൻ പറ്റുള്ളൂ. അതിൻ്റെ നിത്യദാനത്തിൽ വരുന്ന കാര്യങ്ങൾ അതിന് പറയാൻ പറ്റത്തുള്ളൂ. ഞാൻ ഇന്നലെ ഒരു മാനിനെ നോക്കിയതാണ്, പക്ഷേ അത് ജമ്പ് ചെയ്ത് പോയി, ജെർക്ക് ചെയ്ത് പോയി, എൻ്റെ കാലൊന്ന് സ്കിഡ് ചെയ്യുന്നതായിരിക്കും അടുത്ത കാലം എന്ന് പറഞ്ഞതുപോലെ ഞാനൊരു കാതലിക്കാണ്, കാതലിക് പ്രേയേഴ്സ് ഫോളോ ചെയ്യുന്ന ആളാണ്. മോർ ഓവർ
എപ്പോഴും എൻ്റെ ചിന്തയിലൊക്കെ സ്വർഗത്തിൽ പോകണമെന്നുള്ള ആഗ്രഹമാണ്. ബൈബിൾ കൂടുതൽ പഠിക്കുമ്പോൾ അത് വലിയ പാടാതെ മനസ്സിലാകുന്നുണ്ട്. മനുഷ്യനാൽ സാധിക്കും തോന്നുന്നില്ല. ദൈവത്തിൻ്റെ അനുഗ്രഹം കൂടെ വേണമെന്നൊക്കെ മനസ്സിലാകുമ്പോൾ കൂടുതൽ വാശിയോടെ നമ്മളതിലേക്ക് ആഴ്ന്നിറങ്ങിക്കൊണ്ടിരിക്കുക. അപ്പോൾ എനിക്ക് പറയാനുള്ളത് ഇത്തരം കാര്യങ്ങളൊക്കെ തന്നെ, അതിന് സംശയമൊന്നും വേണ്ട. ഞാനത് അഭിമാനത്തോടെയാണ് പറയുന്നത്. എന്നെ ശ്രവിക്കുന്ന ശ്രോതാക്കളിൽ ഭൂരിപക്ഷം പേർക്കും അതറിയാം. പക്ഷെ നമ്മൾ സത്യം കണ്ടാൽ വിളിച്ച് പറയുകയും ചെയ്യും. സ്വാഭാവികമായിട്ടും പണ്ടൊക്കെ കമ്മ്യൂണിസ്റ്റുകാർ ചെയ്ത കാര്യത്തിലൊക്കെ ക്രിസ്ത്യാനികളൊക്കെ എതിര് പറയുന്നൊരു കാലം ഉണ്ടായിരുന്നു. പക്ഷെ ഞാൻ പണ്ടേ ഞാനിങ്ങനെ ഞാൻ യൂണിയനിലൊക്കെ വന്നപ്പം ബന്ധിങ്ങ കമ്മ്യൂണിസ്റ്റ് എന്നൊക്കെ പറയായിരുന്നു. പക്ഷേ എനിക്കിഷ്ടമാണ്. യേശു വന്ന് ധനാഢ്യരെയൊന്നും ദൈവമകൻ വന്ന് ആ അന്തസ്സിലല്ല വന്നത്. ഒരു പൈസത്തൊഴുത്തിലാണ് പിറന്നപ്പോഴോ അവിടെ രാജാക്കന്മാർ വന്ന് കുന്തിരിക്കവും പൊന്നും മീറയൊക്കെ കൊടുത്തു വളർന്നു വന്നു. അപ്പം എന്നും യേശു പാവങ്ങളോടൊത്തായിരുന്നു, ചുങ്കക്കാരോടൊത്തായിരുന്നു, വേശ്യകളോടൊത്തായിരുന്നു. കാരണം അന്നേരം അദ്ദേഹത്തോട് ചോദിക്കുന്നുണ്ട്, വലിയ വലിയ ആളുകൾ ചോദിക്കുന്നുണ്ട്, ഇതെന്താ ഇങ്ങനെ? പറഞ്ഞു, 99 ആടും നന്നായിട്ട് പോകുമ്പോൾ നഷ്ടപ്പെട്ട കുഞ്ഞാടിനെ തിരക്കിയാണ് ഞാൻ വന്നത്, അവനെ രക്ഷിക്കാനാണ് എൻ്റെ ചുമതല എന്ന് പറഞ്ഞൊരു മോഹം തന്നിട്ടുണ്ട്. അപ്പം അതാണ് ക്രിസ്തു. അപ്പം ബേസിക്കലി സ്വർഗത്തിൽ പോവുക, അല്ലെങ്കിൽ ക്രിസ്ത്യാനികൾക്ക് അങ്ങനെയുണ്ട്. ലൈഫ് ആഫ്റ്റർ ഡെത്തിൽ വിശ്വസിച്ച് ഞങ്ങളൊക്കെ ജീവിക്കുന്നത്. എല്ലാ പ്രാർത്ഥനയും അങ്ങനെ തന്നെയാണ്. അല്ല ഈ ലോകത്തിലെ ഹ്രസ്വമായ ജീവിതം കൊണ്ട് ഞാനങ്ങ് തീർന്നു എന്ന വിചാരം ഞങ്ങൾക്ക് ആർക്കും ഇല്ല. അതുകൊണ്ടാണ് ഒരു മരണത്തിന് മുമ്പിൽ പോലും നമ്മൾ കൂസാതെ കടന്നു പോകുന്നത്. ഞാൻ ഈ എൽഡേഴ്സ് ഫോറത്തിൻ്റെ പ്രസിഡൻ്റ്, ഞങ്ങളുടെ മെമ്പർമാരുടെ മരണത്തിലൊക്കെ ചെന്ന് പ്രസംഗിക്കുമ്പോൾ നമ്മളത് പറയാറുണ്ട്. നമ്മളിങ്ങനെ വാവിട്ട് നിലവിളിച്ച് കാറിക്കൂടി പോകേണ്ട കാര്യമൊന്നുമില്ല. ഈ ഭൂമിയിലെ ജീവിതം നമുക്കൊരു ഹ്രസ്വമായ ജീവിതമാണ്. അത് പൗലോസ് അപ്പോസ്തലൻ പറഞ്ഞിരിക്കുന്നത്, നിങ്ങൾ ജീവിക്കുന്നത് ക്രിസ്തുവിലും മരണം നിങ്ങൾക്ക് നേട്ടവുമാണെന്നാണ്. ഞാൻ ഇത്രയും പറയാൻ കാരണം, ഇന്നലെ എൻ്റെ ഒരു പ്രിയപ്പെട്ട സ്നേഹിതൻ ഒരു അർത്ഥപരിഹാസത്തോടെയാണോ ഗൗരവത്തോടെയാണോ എന്ന് എനിക്കറിയില്ല. നമുക്ക് ഈ രാഷ്ട്രീയക്കാരൂടെ ആകുമ്പം അവരുടെ ഉള്ളെന്താണെന്ന് നമുക്കറിയാൻ പറ്റില്ല. അവർ പറയുന്നത് അവർക്ക് വലിയ നടന്മാരാണല്ലോ, അത് സത്യമാണോ പറയുന്നത് അത് നമുക്കറിയില്ല. പക്ഷെ എന്നിരുന്നാലും എന്നോട് പറഞ്ഞു, സൈമൻ ചേട്ടൻ്റെ നാളത്തെ വീഡിയോയിൽ നമ്മുടെ പെരുന്നാളൊന്ന് പറയുമോ എന്ന് ചോദിച്ചു. ഞാൻ പറഞ്ഞു പറയാമെന്ന് പറഞ്ഞു. ഞാൻ പറയാമെന്ന് പറഞ്ഞാൽ പറഞ്ഞിരിക്കും. നമ്മുടെ ഒരു ഡിറ്റർമിനേഷൻ, ഡിസിപ്ലിൻ അതാണ്. നമ്മളത് പറയുകയാണ്. ഇത് കേട്ട് അമേരിക്കയിലിരിക്കുന്ന ഓസ്ട്രേലിയയിലിരിക്കുന്ന ആൾ ഇവിടെ ഓടി വരുമെന്നോ കുർബാനയിൽ പങ്കെടുക്കുമെന്നോ ഞാൻ ആഗ്രഹിക്കുന്നില്ല. പക്ഷെ നിങ്ങൾക്ക് പ്രാർത്ഥിക്കാം. പാക്കിൽ സെൻറ് തെരേസാസ് ദേവാലയത്തിൽ നടക്കുന്ന തിരുനാൾ അതൊരു അനുഗ്രഹപ്രദമാകണമേ എന്ന് പ്രാർത്ഥിക്കാം. അതാണ് ആഗ്രഹിക്കുന്നത്. പിന്നെ ഈ കേരളത്തിന് ചുറ്റുവട്ടത്തുള്ളവർക്ക് വന്നാൽ അനുഗ്രഹം നേടിപ്പോകാൻ പറ്റുമെന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയമില്ല. ഞങ്ങളൊക്കെ ആ അനുഗ്രഹങ്ങൾ വാരിക്കോരി നുകരുന്ന ആൾക്കാരാണ്. ഓക്കെ, ശരി. ഓക്കെ, ബൈ. പിന്നെ ലെങ്ത് 8 മിനിറ്റായി. എന്നിരുന്നാലും നമ്മൾ വളരെ ഗൗരവത്തോടെ ജീവിക്കേണ്ടുന്ന ഒരു കാലഘട്ടമാണ്. നമ്മുടെ നാടിൻ്റെ വികസനത്തിനും അന്തസ്സിനും അനുസരിച്ച് നമുക്ക് ജീവിക്കേണ്ടതുണ്ട്. നാം പുറത്തൊക്കെ പോകുമ്പം വീട്ടിൽ നിൽക്കുമ്പോൾ പോലും നല്ല വസ്ത്രങ്ങൾ ധരിക്കണം, നല്ല ഭക്ഷണം ഉണ്ടാക്കി കഴിക്കണം, നന്നായി സംസാരിക്കണം. ഇത് ഞാനെപ്പോഴും പറയുന്നൊരു കാര്യമാണ്. ഓരോ ഗുഡ് മോർണിംഗ് ബ്രദർ പറയാറുണ്ട്. കാര്യം നമ്മുടെ വീട്ടിലൊക്കെ വന്ന് ഇഷ്ടംപോലെ വസ്ത്രങ്ങളുണ്ട്. 100ഉം 120ഉം സാരിയൊക്കെ കാണാം. പക്ഷെ വീട്ടിൽ ഇടുന്നുണ്ടെങ്കിൽ വളരെ കീറിപ്പറഞ്ഞ ഒരു നൈറ്റിയൊക്കെ ആയിരിക്കും. നൈറ്റിയൊക്കെ ഇട്ടോളൂ, കീറിപ്പറഞ്ഞൊക്കെ ഇന്നെടുത്ത് കത്തിച്ച് കളഞ്ഞിട്ട് കുറച്ച് നല്ലത് വാങ്ങി ധരിക്കണം. എൻ്റെ പൊന്നെ, ജീവിതകാലം മുഴുവൻ ഈ വീടിൻ്റെ പരിസരത്ത് നമ്മൾ പുറത്തോട്ട് പോകുന്നത് വളരെ കുറച്ച്. നിങ്ങളൊന്ന് എഴുതി വെച്ച് നോക്കി, ഒരു പേപ്പർ എടുത്ത്. വളരെ അന്നേരത്തേക്ക് നിങ്ങൾ നന്നായിട്ട് പോകുന്നുണ്ട്, ഓക്കെ, അത് പോരാ. നിങ്ങളുടെ ഭവനത്തിലും നിങ്ങൾ ഞാൻ അമേരിക്കയിലായിരുന്നപ്പോൾ കണ്ടൊരു കാര്യം, അവിടുത്തെ ഏറ്റവും നല്ല വസ്ത്രം ഇട്ടുകൊണ്ട് അവർ വീട്ടിൽ നിൽക്കുന്നത്. ഇനി അവർ പുറത്തോട്ട് പോകുമ്പം കൺവീനിയൻസിന് ചൂടാണെങ്കിൽ ചൂട് തട്ടാത്ത ഡ്രസ്സൊക്കെ ഇടും. അവരുടെ ഭവനത്തിൽ അവർ സുന്ദരനും സുന്ദരിയായിരിക്കും. അത് അവരുടെ രീതി. നമ്മൾ നേരെ തിരിച്ചാൽ വീട്ടിൽ വന്ന് കണ്ടാൽ ഏറ്റവും മോശം ബനിയനൊക്കെ ഇട്ട് വീട്ടിൽ ഇരിക്കും. പുറത്തിറങ്ങിയാലോ ഏറ്റവും നല്ല അടിപൊളി
അങ്ങനെയല്ല വേണ്ടത്, അങ്ങനെ തന്നെയാണ് വേണ്ടത്. പക്ഷേ വീട്ടിലും നമ്മൾ അങ്ങനെ തന്നെ ആയിരിക്കണം. ഓക്കെ, ഏറ്റവും നല്ല വസ്ത്രങ്ങൾ ധരിക്കണം. ഒത്തിരി വാരി വലിച്ച് തിന്നണ്ട, പക്ഷെ ഉള്ളത് നല്ല ക്വാളിറ്റി ഫുഡായിരിക്കണം. In the meantime, you must do some exercise and you must do some walk for our body. So, നിങ്ങൾ മനസ്സിലാക്കണം, ഫസ്റ്റ് ഓഫ് ഓൾ യു മസ്റ്റ് ലവ് യുവർ സെൽഫ്. നിങ്ങളെ തന്നെ നിങ്ങൾ സ്നേഹിക്കും. നിങ്ങളുടെ വീട്ടിലൊരു കാറ് കിടക്കുക, ചിലപ്പോൾ ഞാനൊരിക്കലും കണ്ടേ, ഞാൻ ഈ നടക്കുന്ന എക്സസൈസ് ചെയ്തുകൊണ്ടിരുന്നത് ഒരു പെൺകുട്ടി ഒരു പയ്യനും കൂടെ വന്ന് എൻ്റെ CD100 എന്നൊക്കെ പറഞ്ഞ ഒരു പഴയ ബൈക്കിലാണ്. അപ്പം ഞാനിങ്ങനെ എക്സസൈസ് ചെയ്ത് ഈ കുട്ടികളുടെ സംഭാഷണം ശ്രദ്ധിക്കുന്നുണ്ട്, അവരുടെ സ്നേഹവും പ്രേമവും കണ്ട് ആനന്ദിക്കുന്നുണ്ട്. അപ്പോൾ ഇങ്ങനെ ചെയ്തപ്പോൾ ആ പെൺകുട്ടി പറയാണ്, നമുക്ക് നമ്മുടെ വണ്ടിയിലിരുന്നൊരു ഫോട്ടോ എടുക്കാം. എന്നിട്ട് ആ വണ്ടിയെ വന്നിരുന്നൊരു ഫോട്ടോ, മാറി നിന്നൊരു ഫോട്ടോ. ആ വണ്ടി അവരുടെ ജീവനാണ്. അതുപോലെ തന്നെ ആയിരിക്കണം നമ്മുടെ ശരീരം എന്താ, അതിനെ സൂക്ഷിക്കണം, വൃത്തിയായിട്ട് സൂക്ഷിക്കണം, വൃത്തിയായിട്ട് നമ്മൾ പരിപാലിക്കണം. അതിന് നല്ല വസ്ത്രങ്ങളൊക്കെ ഉടുപ്പിച്ച് നിൽക്കണം. ജീവിതത്തിൽ ഏറ്റവും കൂടുതൽ നമ്മൾ സമയം ചിലവഴിക്കുന്നത് വീട്ടിലാണ്. വീട്ടിൽ നല്ല വസ്ത്രം ധരിക്കണം. ഒരു വീട്ടിലേക്ക് ഒരാൾ കയറി വന്നാൽ നമുക്ക് ബഹുമാനം തോന്നും. സൈമൺ സാറിൻ്റെ ഭാര്യ ഒരു സുന്ദരി മാത്രമല്ല, അവർ നല്ല ഭംഗിയായിട്ടാണ് വീട്ടിൽ നിൽക്കുന്നത് എന്നവർക്ക് തോന്നണം. നിങ്ങൾക്ക് വേണ്ടി നിങ്ങളുടെ സാംസണെന്നോ തങ്കപ്പനെന്നോ ആൻഡ്രൂസെന്നോ സുരേഷെന്നോ ഒക്കെ മാറ്റി നിങ്ങൾക്ക് ആ പേരിടാം. സൈമൺ എന്ന് പേരിടും. അങ്ങനെ വേണം നമ്മൾ ജീവിക്കാൻ. വീട്ടിലായിരിക്കുമ്പോൾ നമ്മൾ നല്ല വസ്ത്രങ്ങൾ. എനിക്കറിയാം, പെട്ടി തുറന്ന് നോക്കി നിങ്ങളുടെ ഭാര്യയും ഭർത്താവും കൊണ്ട് ഞായറാഴ്ച ഇരുന്നിട്ട് അവരുടെ അലമാര തുറന്നിട്ട് എണ്ണിക്കും. എനിക്ക് തന്നെ എൻ്റെ വാർഡ്രോബ് നിറച്ചൊരു 30-40 ഷർട്ട് ഇരിപ്പുണ്ട്. ഇപ്പോൾ ഒരു ഘട്ടം കൂടെ തേച്ച് വരുമ്പോൾ അടുത്ത് തേച്ചും കൂടെ അതുപോലെ ഉണ്ട്. എന്നുവെച്ചാൽ നമ്മളിങ്ങനെ വാങ്ങിച്ച് കൂട്ടുന്നതല്ല, ഗിഫ്റ്റ് കിട്ടുന്ന. എനിക്ക് കൂടുതലും ഗിഫ്റ്റ് ഞാൻ വാങ്ങിക്കാറില്ല, ഓരോരുത്തർ വരുമ്പോൾ കൊണ്ട് തരുന്നതാണ്. മകനും മകളും ഒക്കെയാണ് ബർത്ത്ഡേക്ക് ഷർട്ടും പാൻറ്റും ഒക്കെ വാങ്ങിച്ചത്. പിന്നെ അടുത്ത ബന്ധുക്കൾ, സുഹൃത്തുക്കൾ, നിങ്ങളെപ്പോലെ ഓസ്ട്രേലിയയിലും അമേരിക്കയിൽ നിന്ന് വരുന്നവർ കൊണ്ടുവന്ന ഗിഫ്റ്റ്, ചോക്ലേറ്റൊക്കെ. അതുകൊണ്ട് ഇതൊന്നും എനിക്ക് മേടിക്കേണ്ട ആവശ്യമില്ല. ഇപ്പം ഒക്കെ ധാരാളം ഉണ്ട്. അപ്പം നിങ്ങൾക്ക് നിങ്ങളുടെ വസ്ത്രം അത് വെടിപ്പായി വൃത്തിയായി അത് ഉപയോഗിക്കണം വീട്ടിൽ. ഓക്കെ, കൾച്ചർ മാറണം. നമ്മുടെ ഗവൺമെൻറ്റും നമ്മുടെ ജനങ്ങളും എല്ലാം ചേർന്ന് ഈ നാടിനെ വികസനത്തിൻ്റെ ഉത്തംഗ പദവിയിലേക്ക് ഉയർത്തുമ്പം അതനുസരിച്ച് നമ്മളും കൂടെ ഒന്ന് ഉയരണ്ടേ. ഉദാഹരണം പറയാം, നമ്മുടെ മകൻ അമേരിക്കയിൽ പോയി, അല്ലെ ഇംഗ്ലണ്ടിൽ പോയി, അല്ലെ മകൾ ഓസ്ട്രേലിയയിൽ പോയി, അവൾ പണമൊക്കെ അയച്ച് നമുക്ക് നല്ലൊരു വീടുമൊക്കെ പണിതു തന്നു. ആ വീട്ടിൽ പഴയ കൈലി എടുത്ത്, പഴയ നൈറ്റി എടുത്ത്, കരിപുരണ്ട വസ്ത്രങ്ങൾ ഇട്ട് നിൽക്കാനാണോ അവനീ കഷ്ടപ്പെടുന്നത്? അല്ല, അവിടെ നിങ്ങൾ നല്ല വസ്ത്രങ്ങൾ ധരിച്ച് നിൽക്കണം. നല്ല വസ്ത്രങ്ങൾ ധരിച്ച് പുറത്തു പോകണം. രാവിലെയും വൈകിട്ടും കുളിക്കണം. കുളിക്കുമ്പം ഒരു നേരം സോപ്പ് ഉപയോഗിച്ചാൽ മതി, സോപ്പ് അധികം ഉപയോഗിക്കരുത്. അങ്ങനെയൊക്കെ ടിപ്പായിട്ട് സംസാരിക്കുമ്പോൾ മകൻ അമേരിക്കയിലാണ്, അല്ലെ മകൾ ഓസ്ട്രേലിയയിലാണ്, മരുമകൻ അവൻ ദുബൈയിലാണ് എന്നുള്ള ബോധ്യം വേണം. അപ്പോൾ നമ്മുടെ വായിൽ നിന്ന് ക്വാളിറ്റിയുള്ള വാക്കുകളെ വരാവൂ, മോശം വാക്കുകൾ വരാൻ പാടില്ല. എപ്പോഴും മുഖത്തൊരു പുഞ്ചിരി വേണം, എപ്പോഴും പുഞ്ചിരി വേണം. അപ്പം അങ്ങനെ വരുമ്പം നിങ്ങളുടെ ഉള്ളിൽ നിന്ന് നല്ലത് മാത്രമേ പുറത്തു വരത്തുള്ളൂ. ഓക്കെ, ബി പോസിറ്റീവ് ഓൾവേസ്, കീപ്പ് എ സ്മൈൽ ഓൾവേസ് വിത്ത് യു. ഓക്കെ, ഓൾ ദ ബെസ്റ്റ്, ഹാവ് എ ഫാൻറ്റാസ്റ്റിക് പോസിറ്റീവ് ഡേ. ഓഫ് കോഴ്സ് നമുക്ക് ഒരുമിച്ച് ചേരാം, ഒരുമിച്ച് പറക്കാം, ഒരുമിച്ച് സ്നേഹിച്ച് ജീവിക്കാം. അതിന് ജാതിയോ മതമോ കളറോ ഒന്നും നമ്മളെ മാറ്റി നിർത്താതിരിക്കട്ടെ. ഓക്കെ, ബൈ ബൈ. It's me, Simon YouTube channel, Simon Varghese signing off. Okay, thank you.